നമ്മുടെ ഡോർമാറ്റ് തയ്ക്കുന്നതിൻ്റെ പാർട്ട് 2 ആണിത്. ഇതിൽ പല കളർ വെച്ച് തുണി നമ്മൾ മടക്കി ആദ്യത്തെ നമ്മൾ ആ കോട്ടൺ തുണിയിലേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള തുണികളാണ്. അത് വേസ്റ്റ് തുണിയാണ്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണിയെല്ലാം നമുക്കിതിനെ ഇതുപോലെ മടക്കി പലതരത്തിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ നമ്മൾ സ്കെയിലും കൊണ്ട് വരച്ച് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഓരോ വഴിയിലും നമ്മൾ വ്യത്യസ്തങ്ങളായ തുണികൾ വെച്ച് പല കളറൊക്കെ ഉണ്ട്. ഒത്തിരി നല്ലതാണ്. ഇതിപ്പം പഴയ തുണി ആയതുകൊണ്ട് ചിലപ്പം ഞാൻ വെച്ചതിനകത്ത് 1-2 കളറൊക്കെ ഒരുപോലെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പല കളറുകളുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ തുണികൾ വെട്ടി എടുത്ത് ഇതേപോലെ മടക്കി നമ്മൾ കംപ്ലീറ്റ് തയ്ച്ച് വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ തയ്യലൊക്കെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തയ്ക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കട്ട് പീസും അല്ലെങ്കിൽ നമ്മുടെ പഴയ തുണിയുടെ ഒരുപാട് മുറിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും കളയണ്ട. ഇതുപോലെ നമുക്ക് ചെറിയതായിട്ട് മുറിച്ചെടുത്ത് പല വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് ഡോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പൈസ കൊടുക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഡോർമാറ്റ് നമുക്ക് തന്നെ തയ്ച്ച് എടുക്കാം. ഇനി വീതി കൂടിയ തുണിയാണെങ്കിൽ അങ്ങനെ ഇതിപ്പം ചെറിയതായിട്ട് ഞാൻ വെട്ടിയെങ്കിലേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഏറെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വീതി കൂടിയായിട്ട് നമുക്കിത് മടക്കി വേണമെങ്കിൽ തയ്ക്കാം. പലതരത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇത് ഇങ്ങനെ തയ്ച്ച് എല്ലാം കംപ്ലീറ്റ് തയ്ച്ച് തീർന്ന് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും. കാരണം പല കളറല്ലേ, അപ്പോൾ നല്ല രസമായിരിക്കും. ഈ കുറച്ചും കൂടിയൊക്കെ നല്ലതായിട്ട് അടുപ്പിച്ച് ഒക്കെ തയ്ക്കണം കേട്ടോ. ഇത് നമ്മുടെ ഡോർമാറ്റ് തയ്ക്കുന്നതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 അതിൻ്റെ മെഷർമെൻറ്റും അതെങ്ങനെയാണ് തുണി വെട്ടിയെടുക്കുന്നതെന്നും എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടിട്ട് ഇത് കാണാവുള്ളേ. നമുക്ക് പലതരത്തിലുള്ള ഡോർമാറ്റ് നമുക്കിതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ കഴിയുന്നതും കോട്ടൺ തുണി നമ്മുടെ വീട്ടിലുണ്ട് അത് വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ അത് നല്ല സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. അതിന് സിൽക്കൊക്കെ എടുത്താൽ തയ്ക്കാനും പാടാണ്. നമ്മൾ ചവിട്ടി ആയിട്ട് ഉപയോഗിക്കുമ്പം സിൽക്ക് തുണിയൊക്കെ ആണെങ്കിൽ അത്ര ഒരു സുഖമാകത്തില്ല. നേരെ മറിച്ച് കോട്ടൺ ആണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ കഴിയുന്നതും കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് വെട്ടി നോക്കുക കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഫൈനൽ പാർട്ട് അതിൻ്റെ ബോർഡർ വെക്കുക, അതുപോലെ തന്നെ സൈഡ് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഷേപ്പ് ചെയ്തെടുക്കുന്ന നാളത്തെ വീഡിയോയിലിടാവേ. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ അതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നോ ഉപകാരപ്പെട്ടെന്നോ ഒക്കെ തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ.